ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എന്നും പറയും മഴയില്ല 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 എന്ന്. പിന്നെ രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല മഴയുടെ കോളൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് മഴക്കാറുമുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറണമുണ്ട്. അപ്പോൾ നല്ല വലിയ മഴയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് മഴ പെയ്യണതൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുക്കാൻ റെഡി ആയിട്ടിരുന്നതാട്ടോ. അപ്പോൾ നല്ല മഴക്കാറാണ്. ഇതിപ്പോൾ രാവിലെ ഒരു 8:30-9 മണി ആയിട്ടില്ല കേട്ടോ, അതിന് മുമ്പായിട്ടാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല വെയിലും ചൂടുമുള്ള സമയമാണ്. അപ്പോൾ നല്ല ഇരുണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല മഴയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി കേട്ടോ. അപ്പോൾ ഇതേ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ ചാറി ചെടികളിലും ഇലകളിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ വലിയ മഴയൊന്നും പെയ്തിട്ടില്ല, ഒന്ന് ചാറി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുക കേട്ടോ. പക്ഷേ ആ മഴയാണെങ്കിൽ അത് ആ വന്ന പോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ടോ. ഇത് കണ്ടോ, വെള്ളം നനഞ്ഞ സ്ഥലത്ത് നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പുറത്ത് നന്നായിട്ട് വാടിയാണ് നിൽക്കുന്നത് ചെടികൾ, നല്ല വെയിലായിട്ട്. പക്ഷെ ആ മഴ ആ പറഞ്ഞ നേരം കൊണ്ട് തന്നെ അങ്ങോട്ട് പോയി. പെട്ടെന്ന് തന്നെ വെയിലും വന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ മഴ എങ്ങടെ പോയെന്ന് കണ്ടില്ല. എന്നാലും ചെടികളൊക്കെ ഒന്ന് മോൾ ഭാഗമൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടി. ആ കാലാവസ്ഥയുടെ ആ ചേഞ്ച് അപ്പം തന്നെ മാറിയത് കണ്ടോ അല്ലേ. നല്ല മഴക്കാറായിരുന്നു, നല്ലപോലെ പെയ്യുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അന്ന് രാത്രി എന്നിട്ട് ഇതേപോലെ തന്നെ കുറച്ചുകൂടി ശക്തിയായിട്ട് ഒന്നുകൂടി മഴ ചാറിയായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് നനയാൻ പാകത്തിന് ഒന്നും കൂടി രാത്രി ചാറി. ഇതിപ്പോൾ രാവിലെ ആയിരുന്നല്ലോ, ഇനി രാത്രിയും അതുപോലെ തന്നെ ഒന്ന് ചാറിപ്പോയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് എടുത്ത വീഡിയോയാണിത്. ആ സമയത്ത് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ അന്ന് കറണ്ട് ഉണ്ടായില്ല, അതിൻ്റെ പിറ്റേ ദിവസം പെരുന്നാളുമായിട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇത്തവണ പെരുന്നാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണല്ലോ പെരുന്നാൾ നിലാവ് കണ്ടത് വിളിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും പെരുന്നാളെന്ന് വിചാരിച്ചിരുന്നിട്ട് വെള്ളിയാഴ്ച തന്നെ പെരുന്നാളായി. അപ്പോൾ ശനിയാഴ്ച ആയിരിക്കും പെരുന്നാളെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ ആകെ ഒരു അങ്കലാപ്പായിരുന്നു. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ പെരുന്നാൾ നിസ്കാരമുണ്ട്, പിന്നെ അതിൻ്റെ സംഗതികളൊക്കെ കുറേ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടായി. പിന്നെയാണെങ്കിൽ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, പെരുന്നാളിൻ്റെ ഒരു ഒരുക്കങ്ങളോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അന്ന് രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അതും വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളും വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി നമ്മുടെ പുഴത്തീരത്തുള്ള തറവാട്ട് വീട്ടിലേക്കും പോയായിരുന്നു കേട്ടോ. അതും വീഡിയോ എടുത്തില്ല. എല്ലാം നല്ല വൈബായിരുന്നു. പക്ഷേ അതൊക്കെ വീഡിയോ എടുത്തെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷേ എനിക്ക് ആ ഒരു മൂഡേ ഉണ്ടായില്ല. പെരുന്നാളാണെന്ന് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പെരുന്നാൾ വന്നപ്പോൾ ആകെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പോൾ പെരുന്നാളായിട്ട് ആർക്കും ഈദ് മുബാറക്കൊന്നും പറയാൻ പറ്റിയില്ല, വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇത് അന്നത്തെ വിശേഷങ്ങളാട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഷമാമാണ് ജ്യൂസ് അടിച്ചത്, പിന്നെ ചിക്കൻ കറി വെച്ചായിരുന്നു. പത്തിരി അന്ന് വാങ്ങാണ് ചെയ്തത്, അന്ന് ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അത് റെഡിയാക്കി. പിന്നെ അന്ന് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കിയായിരുന്നു. കുറേ ഏത്തപ്പഴം ഇരുന്നത് നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങാനായിട്ട് വച്ചിട്ടുണ്ടായി. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്ത് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ കൈകൊണ്ട് ഉടച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടി. പിന്നെ ഇതിപ്പോൾ കുറച്ച് റവയാണ്. റവ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് റവ ചൂടാക്കിയത്. പിന്നെ റവയും തേങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഇങ്ങനെ വറുത്ത് കളറൊന്നും മാറുമൊന്നും വേണ്ട, ജസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയപ്പോൾ നമ്മൾ ആ ഉടച്ച് വെച്ചിട്ടുള്ള പഴം കൂടി അതിലേക്ക് ഇട്ടു. പിന്നെ അതിനിടയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ പഴവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും റവയും ഏലക്കയും പഞ്ചസാരയും പഴവും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആക്കി എടുത്തു. അത് കഴിഞ്ഞ് അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറുപഴം വെച്ചിട്ട് ഞാനിതിന് മുമ്പ് അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഇതിപ്പോൾ ഏത്തപ്പഴം ആയതുകൊണ്ടാണ് ഒന്ന് വേവിച്ചിട്ട് ഉടച്ച് ചേർത്തത്, അത്രയുള്ള വ്യത്യാസമായിട്ടുള്ളൂ. നല്ല ടേസ്റ്റാട്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഇതിപ്പോൾ ഏത് സമയത്തും കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണല്ലോ. നമ്മളിത് എണ്ണയിൽ പൊരിച്ചൊന്നും എടുക്കണില്ല, ജസ്റ്റ് വെറുതെ നെയ്യൊക്കെ തടവിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഡീപ്പായിട്ട് പൊരിച്ചെടുക്കേണ്ട സംഭവമൊന്നുമല്ല, എല്ലാം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്ന സംഭവമാണ്. ജസ്റ്റ് ആ കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എടുക്കണത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ
വിശേഷങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കറി വെക്കാനായിട്ട് നമ്മൾ അന്ന് കുറച്ച് കോവയ്ക്ക പറിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും എടുത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും മെഴുക്ക് പുരട്ടി ആക്കിയെടുത്തു. പിന്നെ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായി. ചമ്മന്തി അത് പറയണ്ടല്ലോ, എല്ലാ ദിവസവും നോമ്പിന് തേങ്ങയും മാങ്ങയും ചമ്മന്തി ഇവിടെ മസ്റ്റായിരുന്നു. അപ്പോൾ അതും തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കിയിട്ടുണ്ട്, മാങ്ങയൊക്കെ അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അത് വേവായി വരണ സമയം കൊണ്ട് ചമ്മന്തിയുടെ ജോലികളും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ അന്ന് ചെയ്തത് ഞാൻ മറന്നു വിട്ടത് 2-3 ദിവസം മുമ്പുള്ള വീഡിയോയല്ലേ. അപ്പോൾ അതിനിപ്പോൾ ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാതെ ഇട്ടേക്കണോണ്ട് അതൊന്ന് അപ്ലോഡായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ അങ്ങനെ ആഘോഷമായിട്ട് അടിച്ച് പൊളിച്ചു. എല്ലാവരും കൂടി വീട്ടിലും തറവാട്ടിലും എളിമമാരും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായി. അങ്ങനെ അവിടുന്ന് തറവാട്ടിൽ നിന്ന് രാത്രി ഞാൻ പിന്നെ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പിറ്റേ ദിവസം ഇങ്ങോട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചും വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.